ഈ ദേശത്ത് കടന്നു വന്നതിന് ഉദ്ദേശം മറ്റൊന്നല്ല, ജീവനെ നൽകുകയും മാത്രമല്ല ആശ്വാസമില്ലാത്തടത്ത് ആശ്വാസം നൽകി, സമാധാനമില്ലാത്ത സ്ഥലത്ത് സമാധാനം നൽകി, സമാധാനത്തിന് വേണ്ടി മദ്യത്തിലും കഞ്ചാവിലും ബീഡിയും സിഗരറ്റും മൂക്കിപ്പൊടിയും മുറുക്കാനും ശമ്പുവും തമ്പാക്കും പാൻപരാഗും തുളസിപ്പാക്കും കൈനിയും ചൈനിയും ഹാൻസും അയ്യപ്പം ബീഡിയും മൂക്കിപ്പൊടിയും മാത്രമല്ല എംഡിഎം പോലുള്ള മാരകമായിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം നശിച്ചു ആശയറ്റവനായി ഇനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച സ്ഥലത്തു നിന്ന് സുബോധം നൽകി വീണ്ടെടുത്താക്കിയിരിക്കുന്നത് ലോകരക്ഷകനായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവാണ്. അതെങ്ങനെയായി വീണ്ടെടുപ്പ് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ആ കാൽവരിയുടെ കുലമരത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഭക്തന്മാർക്കായി ഈ ഭൂമിയിലായിരിക്കുന്ന സർവ്വജനത്തിനു വേണ്ടി രക്തം വിലയായി നൽകി. യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചുടുചോരയാൽ യേശു ക്രിസ്തുവിന്റെ ചങ്ക് വിളർന്ന് നമ്മെ വീണ്ടെടുപ്പാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ രക്തമാണ് പാപികളായിരിക്കുന്ന നമുക്ക് വീണ്ടെടുപ്പിന്റെ വില നൽകിയത്. യേശു ക്രിസ്തുവിന്റെ രക്തമാണ്, അത് കാൽവരിയിലാണ് യേശു ക്രിസ്തു നമുക്കായി ഹല്ലേലൂയ രക്തം ചിന്തിയത്. അതുകൊണ്ടാണ് പാപികളായിരിക്കുന്ന നമ്മെ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. പ്രിയമുള്ളവരെ, അനേക അത്ഭുതങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. 6 വർഷം വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലായിരുന്നു. മരണമെന്നും മരണിന്നൊക്കെ വിളിച്ചു. പക്ഷെ 6 വർഷം കഴിഞ്ഞ് 2 പെൺമക്കളെ കർത്താവ് നൽകുവണ്ടയായി തീർന്നു. അവരൊക്കെ വിവാഹങ്ങൾ കഴിഞ്ഞു. സ്തോത്രം, ഇളയ ഹല്ലേലൂയ മകളെ കിട്ടിയ മകനാണ് ഇവിടെ പുറകിലിരിക്കുന്നത്. ഹല്ലേലൂയ. മൂത്ത മകളും സ്തോത്രം 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ നിന്ന മാറ്റി, അപമാനം മാറ്റി, ലജ്ജ മാറ്റി. യേശു ക്രിസ്തു ഞങ്ങളെ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ചിലരൊക്കെ എന്താണ് നിന്ദിക്കാറുണ്ട്. എന്നെ നിന്ദിച്ചിട്ടുണ്ട്, ഈക്രി എന്ന് വിളിച്ചിട്ടുണ്ട്. പട്ടണത്തിലെ ഓട്ടോ ഡ്രൈവർ ഈക്രി എന്ന് വിളിക്കും. കാരണം ഞാൻ ഈഴവനായതുകൊണ്ട്, ഒരു SNDP കാരനായതുകൊണ്ട്, സ്തോത്രം, അവര് വിളിക്കുന്ന ഈഴവൻ ക്രിസ്ത്യാനി, അതുകൊണ്ട് ഈക്രി എന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട്, അഭിസംബോധന ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. പക്ഷേ വേറൊരു കാര്യം, പ്രിയമുള്ളവരെ, അനേകർ ലജ്ജിച്ചു മാറിപ്പോയ സ്ഥാനത്ത്, അനേകർ നിന്ദകൾ അനുഭവിച്ചുകൊണ്ട് മാറി പിന്തിരിഞ്ഞു പോയ സ്ഥലത്ത് ചിലരെ ദൈവം ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അത് എന്തിനെന്നറിയാമോ? ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം ഇവിടെയല്ല കേട്ടോ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടക്കുന്ന ഒരു സുദിനമുണ്ട്. പക്ഷേ തന്നെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർ ശക്തിയെ പുതുക്കുവാൻ വേണ്ടി, അവർക്ക് ശക്തി കൊടുക്കാൻ വേണ്ടി, അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ കർത്താവ് അധികം താമസം വന്ന് വാനവേഗത്തിൽ മേഘാഗ്രനായി കടന്നു വരും. തന്റെ ഭക്തന്മാരുടെ പ്രത്യാശ അതാണ്, തന്റെ ഭക്തന്മാരുടെ പ്രതീക്ഷ അതാണ്. ഹല്ലേലൂയ. എന്താണ്? തന്റെ കാന്തൻ വരുവാനുള്ള കാലം ഇതാ ആഗതമായി കൊണ്ടിരിക്കുന്നു. അതിന്റെ ചൂളം വിളി ദേശമായി യുദ്ധങ്ങളായി ക്ഷാമങ്ങളായി ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഈ ശബ്ദം ശ്രമിക്കുമ്പോൾ ചിലർ ചിന്തിച്ചേക്കാം, ഇത് പള്ളിക്കാരുടെയോ ഒരു മതത്തിന്റെ സന്ദേശമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ആരെങ്കിലും മതത്തിന്റെയോ പള്ളിയുടെയോ ക്രിസ്ത്യാനിയുടെ സന്ദേശമാണ് എന്ന് ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നുവെങ്കിൽ ശ്രമിക്കുക. ഒരു കാര്യം പറയട്ടെ, ഇത് ക്രിസ്ത്യാനികളുടെ സന്ദേശമല്ല, ഇതൊരു മതത്തിന്റെ വക്താവല്ല. യേശു